കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്നലെ മുതലാണ് തെരുവുനായ ശല്യം രൂക്ഷമായി തുടങ്ങിയത്. ഇതിപ്പോൾ ബസ് സ്റ്റാൻഡിന് മുൻവശമാണ്. ഈ പരിസരത്ത് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഈ വഴിയിലൊക്കെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാവിലെ ഇവിടെ ഒരാളെ കടിച്ചല്ലേ? നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്കെന്ത് പേടി? കടിച്ചാ പിന്നെ കടി കൊള്ളാന്നല്ല, വേറെ രക്ഷയൊന്നുമില്ലല്ലോ. ചേട്ടാ, ഈ തെരുവുനായ ശല്യം ഇവിടുന്ന് കുറെ പേര് കടിച്ചു നോക്കിയിട്ട് എന്താണ് ഒരു അവസ്ഥ ഇവിടുത്തെ അവസ്ഥ വെച്ചാൽ ഒരു ഭീകരാവസ്ഥ തന്നെയാണ്. നടന്നു പോകാനുള്ളൊരു ബുദ്ധിമുട്ട് തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഏവണ്ട് എടുക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ കടിച്ചിട്ടുണ്ട്, ഭഗവതി വണ്ടി എടുക്കുന്നത്. പിന്നെ പ്ലാസിന് എടുക്കുന്ന ഒരു പെണ്ണുങ്ങളെ കടിച്ചെന്ന് പറയുന്നുണ്ട്. മുത്തപ്പൻ കാവിന് എടുക്കുന്നല്ലേ, അവിടുന്ന് ഒരു ബംഗാളിനേറ്റം കടിച്ചിട്ടുണ്ട്. പേടിയാണോ? പേടി തന്നെയാണ്. ഇപ്പം പടിയെല്ലാം എടുത്തിട്ട് നടക്കണ്ടേ, പിന്നെ ആ സ്ഥിതിയല്ലേ ഇപ്പോൾ വടിയെടുത്ത് നടക്കുന്ന അവസ്ഥയായി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സീറ്റിൽ കസവ എഴുതുന്നതാണ്. കോട്ട് വന്ന് കപിടിച്ച് അപ്പാട് പോയിക്കുന്നു. കോട്ട് വിട്ടിട്ട് രക്ഷപ്പെട്ടു, കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ഈ ചേട്ടൻ ഇന്നലെ കടിക്കാൻ വന്നു. ചേട്ടൻ കോട്ട് ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ചേട്ടാ, ശല്യം രൂക്ഷമാണല്ലോ തെരുവുനായ? ഭയങ്കര ഭീഷണിയാണ്. അല്ല, അതിന് കോർപ്പറേഷന് കാര്യമായിട്ട് നടപടിയൊന്നും എടുക്കുന്നില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് തെരുവുനായിനെ പിടിച്ച് കെട്ടലോ അല്ലെ വന്ധ്യംകരണം ചെയ്യലോ അങ്ങനെ പല പല പരിപാടികളെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇതൊന്നും ഇവിടെ കോർപ്പറേഷൻ എല്ലാം അരങ്ങാപ്പാറയായിട്ട് നിൽക്കുന്നു. വളരെ മോശം. മേറാങ്ക് ചിരിച്ച് കളിക്കുന്നു. ഇനിയിപ്പോൾ ഇത് എന്തു പറയാൻ പറ്റില്ല. കുറേ മറ്റുള്ള പട്ടികളെല്ലാം അവിടെ ഇവിടെയെല്ലാം കടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന് കൂടാൻ തോളും. അപ്പോൾ ഭയങ്കര ഭീകരതയായിട്ട് വരും അന്നേരം. ഈ പരിസരത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ പേരെ കടിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ചാണ്. നേരത്തെ ഒരു ചായക്കടയിലൊരു ജീവനക്കാരൻ വീട്ടിലേക്ക് കടയിലേക്കൊക്കെ പോയ സമയത്ത് നായയുടെ കടിയേറ്റൊന്നും. തെരുവുനായ ശല്യ രൂക്ഷമാണ് ഈ പ്രദേശത്ത്. അത് പരിഹരിക്കാൻ എത്രയും വേഗം ഇടപെടൽ നടത്തണം എന്നുകൂടിയാണ് നാട്ടുകാരുടെ ആവശ്യം. വലിയ സംഭവമാണ്. 70ഓളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ വെച്ചാണ് ഈ ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഇത് പേവിഷബാധയുള്ള തെരുവുനായ്ക്കളാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടത്. പേവിഷബാധ കുത്തിവയ്പ്പ് പ്രതിരോധ വാക്സിൻ എടുത്തതിന് ശേഷവും കുട്ടികൾക്ക് മരണം സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന സ്ഥിതിയൊക്കെ നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതാണ്. അതുകൊണ്ടാണ് ആശങ്ക കൂടുന്നത്. ഫെലിക്സ് പുളിക്കൽ തത്സമയം കൂടി നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഫെലിക്സ്, ഈ 70 പേർക്ക് കടിയേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? ഇപ്പോൾ രാവിലെയൊക്കെ നമുക്കറിയാലോ, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, ആളുകൾ ജോലിക്ക് പോകുന്നു, ഒക്കെ ഉള്ളതാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കും ആകെ വല്ലാത്തൊരു പേടിയും ആശങ്കയും ആകും. എങ്ങനെയാണ് കോർപ്പറേഷൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? ഈ നായ്ക്കളെയൊക്കെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ദിവേഷ്, ഇന്നലെ ഇന്നുമായി 2 ദിവസം കൊണ്ട് മാത്രമാണ് 70-ലേറെ പേർക്ക് തെരുവുനായയുടെ കടിയേറ്റതെന്നതാണ്. അപ്പോൾ എത്രമാത്രം ഭീകരതയുണ്ട് ഈ തെരുവുനായ ആക്രമണം എന്ന് നമുക്ക് വ്യക്തമാകും. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കണ്ണൂർ നഗരത്തിൽ തന്നെയാണ്. അതായത് പുതിയ ബസ് സ്റ്റാൻഡ്, ബാങ്ക് റോഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ഈ 3 ഇടങ്ങൾ. പ്രത്യേകിച്ച് ബാങ്ക് റോഡിലാണ്. അതായത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഫോർട്ട് റോഡിലേക്ക് പോകുന്ന ബാങ്ക് റോഡിലാണ് ഏറ്റവും കൂടുതൽ ഈ തെരുവുനായ ആക്രമണം നടക്കുന്നത് എന്നതാണ്. അങ്ങനെ തെരുവുനായ ആക്രമണം ഈ രൂക്ഷമായി നടക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും തെരുവുനായെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. 5 തെരുവുനായ്ക്കളെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരുവുനായ്ക്കളെ പിടികൂടിയ പശ്ചാത്തലത്തിൽ വേഗത്തിൽ ഇത് നായ്ക്കളുടെ സംഘമാണോ അതോ പല പല സ്ഥലത്ത് നമ്മുടെ തെരുവിൽ പല ഭാഗത്തായി 4-5 നായ്ക്കൾ വീതം ഉണ്ടാകുമല്ലോ? ഇത് ഈ കടിച്ചത് ഒരേ സംഘത്തിൽപ്പെട്ട നായ്ക്കളാണോ അതോ പലയിടത്ത് പല ഭാഗത്തായാണോ? അതായത് പല ഭാഗത്ത് എന്ന് പറയാൻ, അതെ, പല ഭാഗത്താണ്. പക്ഷേ ഒരുപാട് വ്യത്യാസമില്ല. അതായത് ഈ ബാങ്ക് റോഡും പുതിയ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷൻ പരിസരവും എന്നൊക്കെ പറയുന്നത് അധികം വ്യത്യാസമില്ലാത്ത, ദൂരവ്യത്യാസമില്ലാത്ത അടുത്തിടെ ഉള്ള ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഈ സംഭവങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും ഇത് ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. എത്രയും വേഗം ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണമെന്നത് തന്നെയാണ് ആവശ്യം.